നാട്ടിൽ ആയിരം ജാതികൾ, ആയിരം മതങ്ങൾ, ആയിരം ദൈവങ്ങൾ, അദ്വൈതം മതങ്ങൾ ജനിക്കും, മതങ്ങൾ മരിക്കും, മനുഷ്യനും വഴിയുള്ളൂ. നിത്യസ്നേഹം തെളിക്കുന്ന വീതി, സത്യാന്വേഷണ വീതി, നിത്യസ്നേഹം തെളി അവരെ എല്ലാവരും ഞാലിയാവൂഴി മറ്റേ ഉമ്മഞ്ഞാട്ടി മറ്റേ പല്ലുകുടി ഞാലിയാവൂഴി ആരെങ്കിലും ഒരാൾ വന്നാൽ മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞു അറിയാം എപ്പോഴും പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ യാത്ര പിന്നെ ഞാനാണ് കൊണ്ടുകൊടുക്കുന്നത്. മുട്ടത്തുവർക്കിയുടെ സമകാലികരും അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയവരും അദ്ദേഹത്തിന്റെ പെണ്ണി വരണ്ടൊരു പുള്ളി
പ്രിയപ്പെട്ടവരെ, കഴിയുന്നത്ര ആളുകൾ ചേർന്ന് കാൽ നൂറ്റാണ്ടിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ ഏടുകൾ മറിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. കുടുംബാംഗങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മക്കളെ പോലെയും ശിഷ്യരെ പോലെയും വർഗീസാറ് കരുതിയിരുന്ന വ്യക്തികളുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പരസ്പരം പറഞ്ഞിരുന്ന ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി, അല്ലെങ്കിൽ ഇത് 3-ാം ദിവസം, 1-2 ദിവസങ്ങളായിട്ട് ഈ ബർത്ത് സെൻറ്റിനറി ആഘോഷപൂർവ്വം കൊണ്ടാടാൻ ഉള്ള പരിപാടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ സമാപന ദിവസമാണ് നാളെ. ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളും പരസ്പരം അറിയുന്നവരാണ്. അതുകൊണ്ടാണ് മുഖാമുഖം ഇരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ഏർപ്പാടാക്കിയത്. ഏതെങ്കിലും സ്റ്റേജോ ഉപരി പീഠങ്ങളോ ഇവിടെയില്ല. ഇവിടെ വേദി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഈ അരികിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മുട്ടത്തച്ഛനെ അറിയാം. അച്ഛന് മുട്ടത്തുവർക്കിയുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ബർത്ത് സെൻറ്റിനറിയുടെ ആരംഭം 4 ദിവസങ്ങൾ കൊണ്ട് നാളെ പൂർത്തിയാകുമ്പോൾ വരാനിരിക്കുന്ന മാസങ്ങൾ, വർഷങ്ങൾ ഒക്കെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ വർഗീസ് ആന്റണിയും പബ്ലിസിറ്റി കൺവീനറാണ്, സ്കറിയ സാർ ജനറൽ കൺവീനറാണ്. അതുപോലെ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ തോമസ് കുട്ടി മാറാട്ടുകളും ബാബു, ഇങ്ങനെ പലരും ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരേ ലെവലിൽ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ജെയിംസ് സാർ പറയാം. ഈ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ കോർഡിനേറ്റർ മാത്യു മുട്ടത്തു സാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഔപചാരികതകളൊന്നുമില്ലാത്ത ഒരു പരിപാടിയാണിത്. മുട്ടത്തു വർക്കി സാറിനെ അനുസ്മരിക്കുകയാണ്. ഈ അനുസ്മരണങ്ങളിലൂടെ വർക്കി സാർ ഇതാ വീണ്ടും നമ്മുടെ മുമ്പിൽ, നമ്മളുടെ ഇടയിൽ ഒരു സജീവ സാന്നിധ്യമായി നിറയുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലാണ് മുട്ടത്തു വർക്കി ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നതെങ്കിൽ ഈ ഓർമ്മകൾ, അദ്ദേഹവുമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന ആ അനുഭവങ്ങൾ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ ആ ഓർമ്മകൾക്ക് ഒരു സജീവത്തായ ഒരു രൂപം ഇവിടെ ഉണ്ടാവുകയാണ്. അദൃശ്യനായിട്ടാണെങ്കിലും മുട്ടത്തു വർക്കിയുടെ സാന്നിധ്യം ഇവിടെ നമ്മുടെ ഇടയിൽ നമ്മൾ അനുഭവിക്കുക. അങ്ങനെ ഒരു ധന്യ മുഹൂർത്തത്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ പരിപാടി അനൗപചാരികമാണ് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും ഈ ചടങ്ങുകൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുടെ പൂർണ്ണമായ നടത്തിപ്പ് അത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ റേഡിയോ മീഡിയ വില്ലേജാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തുള്ള ശ്രീ വിപിൻ കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. റേഡിയോ മീഡിയ വില്ലേജിനോട് ബന്ധപ്പെട്ട് ഒട്ടേറെ കർമ്മപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് നാടകമേഖല, അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും റേഡിയോ മീഡിയ വില്ലേജിൽ നമ്മൾ കേൾക്കുന്ന ആനുകാലിക സംഭവ വികാസങ്ങളെ വിചാരണ ചെയ്യുന്ന പബ്ലിക് കോർട്ട് എന്ന ആ പരിപാടി, ഒട്ടേറെ ശ്രദ്ധേയമായ പരിപാടി നടത്തുന്ന ശ്രീ ജോസഫ് പാണാട്, ചങ്ങനാശ്ശേരിക്ക് അഭിമാനമായ മറ്റൊരു കലാപ്രവർത്തകനാണ്. പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മൈക്ക് ശ്രീ ജോസഫ് പാണാടന് കൈമാറുന്നതാണ്. തുടർന്നങ്ങോട്ട് ഈ പ്രോഗ്രാമിൻ്റെ പൂർണ്ണമായ നിയന്ത്രണവും ശ്രീ ജോസഫ് പാണാടനും ഡേസമ്മയും ചേർന്ന് നിർവഹിക്കുന്നതാണ്. ഇതിൻ്റെ സംപ്രേഷണത്തിന് വേണ്ടുന്നതായ എല്ലാ ഒത്താശകളും ശ്രീ വിപിൻ കുമാർ ചെയ്തു തരുന്നതുമാണ്. അത് ആരംഭിക്കും. മേഘ
നമ്മൾ നേരെ ഈ ഓർമ്മക്കൊണ്ടുവന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പരിപാടി ആരംഭിക്കുന്നു. മലയാള ഭാഷയ്ക്ക് ഒരു നവോത്ഥാനം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് പ്രധാന വ്യക്തികളെ നാം സ്മരിക്കുമ്പോൾ അത് വൈക്കം മുഹമ്മദ് ബഷീറും മുട്ടത്ത് വർഗീസാറുമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സാധാരണക്കാരൻ്റെ വായ്വഴിയിൽ സാഹിത്യം സാധാരണ മനുഷ്യർക്ക് ആസ്വദിക്കുവാൻ അവസരം ഒരുക്കി കൊടുത്ത രണ്ട് മഹാപ്രതിഭകളാണ്. മുട്ടത്ത് വർഗീസാർ നാട്ടിൻപുറത്തുകാരനായിരുന്നതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തിൻ്റെ നൈർമല്യവും നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധിയും നാട്ടിൻപുറത്തുകാരുടെ ചിന്താധാരകളും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന് നൽകി. അതിന് മുമ്പുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് മലയാള സാഹിത്യം ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ മാത്രം ആസ്വാദന തലങ്ങളെ പോഷിപ്പിച്ചിരുന്ന, അതില്ലെങ്കിൽ സാഹിത്യം ആസ്വദിക്കുക എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ബൗദ്ധികമായ തലങ്ങളെ മാത്രം തഴുകിപ്പൊക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുട്ടത്ത് വർഗീസാറിൻ്റെ കടന്നുവരവൻ. അദ്ദേഹം മലയാളത്തിൽ 100 നോവലുകളാണ് സംഭാവന ചെയ്തത്. ഈ 100 നോവലുകളിലൂടെ മലയാളിയെ മലയാളം വായിക്കാൻ പഠിപ്പിച്ചു എന്നാണ് ഭാഷയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മലയാള സിനിമയുടെ വളർച്ചയെ എത്രയധികം സഹായിച്ച മറ്റൊരു എഴുത്തുകാരനില്ല എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. 30 സിനിമകൾക്കാണ് അദ്ദേഹം കഥയും തിരക്കഥയും രചിച്ചത് എന്ന ഒരു മയൂഖമായി നിലനിന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷവും ക്രിസ്തീയ കഥാപാത്രങ്ങളായിരുന്നു എന്നത് സാഹിത്യത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളിലെ ഒരു ജീവിതചര്യയും അവരുടെ സംസ്കാരവും അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും ഒക്കെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു വലിയ ഒരു ക്യാൻവാസ് തന്നെ സൃഷ്ടിക്കും. ആ ഒരു തുടർച്ച ഇന്ന് മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. നാം റോമൻസ്, ആമേൻ അങ്ങനെയുള്ള സിനിമകളിലൂടെയൊക്കെ ഇപ്പം വളരെയധികമായി ക്രിസ്ത്യൻ കഥകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മുട്ടത്ത് വർഗീസാറിൻ്റെ ഒരു നിഴൽരൂപം കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വലിയ ഒരു ജനസംഖ്യം ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്നവർ മുട്ടത്ത് വർഗീസാറിനെ അടുത്തറിയുന്ന സഹപ്രവർത്തകരുണ്ടായിരുന്നു, സഹപാഠികളുണ്ട്, അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, വായനയിലൂടെ അദ്ദേഹത്തെ കണ്ടെത്തിയവരുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമയായ നോവലുകളിലേക്ക് ഒരു ഓട്ടപ്രദർശനം നടത്തിയാൽ, ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മുട്ടത്ത് വർഗീസാറിൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. 2013 ഏപ്രിൽ 28 മലയാളത്തിൻ്റെ ഈ പ്രിയ കഥാകാരൻ ജനിച്ചിട്ട് 100 വർഷം തികയുകയാണ്. എന്നും പ്രണയകഥകളുടെ പ്രിയ കാമുകനായിരുന്നു മുട്ടത്ത് വർഗീ. മലയാളിയുടെ മനസ്സിൽ ആസ്വാദനത്തിൻ്റെ അനുഭൂതിയുടെ തേന്മഴ പെയ്യിച്ച പ്രതിഭാശാലി. പ്രണയാരാമങ്ങളിൽ പൂമരമായി പടർന്നു നിന്ന അദ്ദേഹം മലയാളത്തിൽ സമ്മാനിച്ച പ്രേമത്തിൻ്റെ വാടാമൻറുകളേറെയാണ്. മുട്ടത്ത് വർഗിയുടെ ഇടപ്രാവുകളും പാടാത്ത പൈങ്കിളിയും മറിയക്കുട്ടിയും പട്ടുതൂവാലയും ഒരു കുടയും കുഞ്ഞുമക്കളും ലോറ നീ എവിടെയും ഒക്കെ വായനക്കാരുടെ ഓർമ്മയിൽ തേന്മഴ പെയ്യിക്കുന്ന വായനാ അനുഭവങ്ങൾ ഉളവാക്കിയിട്ടുള്ള നോവലുകളാണ്. ഒരു കുടയും കുഞ്ഞുമക്കളും ടെക്സ്റ്റ് ബുക്കായി നാം ചെറുപ്രായത്തിൽ പഠിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ കാലത്തെ അതിജീവിച്ച ഗുഹാതുരത്വം നടത്തുന്ന മുട്ടത്ത് വർഗി കഥകളിലൂടെ ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ പുനഃസഞ്ചാരം നടത്തുകയാണിത്. ഞാൻ ആദ്യമായി ഈ ഒരു സ്മരണാഞ്ജലിയിൽ ഫാദർ മാത്യു ശ്രീയമ്മയെ
മൈക്ക് ഫാദർ ജോസഫ് സി എം മൈക്ക് കൈമാറുകയാണ്. ബഹുമാനപ്പെട്ട A.T. മൈക്കൽ സാറ്, വിശിഷ്ട അതിഥികളെ, ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും, മുട്ടത്ത് വർക്കി എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലായ്പ്പോഴും അഭിമാനത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞിരുന്നത്. വളരെ ചെറുപ്പം മുതൽ മുട്ടത്ത് വർക്കി സാറിൻ്റെ കല്യാണം ഇവിടെ ഈ മുറ്റത്ത് നിന്ന് ആ വഴിയിൽ കിടന്ന ആ 4 കാറുകളുടെ അകമ്പടിയോടുകൂടി പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ഓർമ്മ മാത്രം. അതിനുശേഷമുള്ള ഓരോ കാലഘട്ടങ്ങളിലും വർക്കി സാറ് കൂട്ടിക്കൽ പൊട്ടംകുളത്തിൻ്റെ ടിമ്പർ ഫാക്ടറിയിൽ ജോലി ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അവധിക്കാലം വരുമ്പോൾ തീർച്ചയായിട്ടും കൂനന്താനത്തുള്ള ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് കുറച്ചു നേരം സൗഹൃദം പങ്കുവെച്ച് പോകുന്ന ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. വളരെ സരസമായി സംഭാഷണം ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ സാഹിത്യം തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിലെ അന്യാദൃശമായ അതുല്യമായ ഒരു പ്രതിഭയെയാണ് നമുക്ക് മുട്ടത്ത് വർക്കി സാറിൽ കാണുവാൻ സാധിക്കുന്നത്. സരസമായി അദ്ദേഹം സംഭാഷണം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ, അദ്ദേഹം എല്ലായ്പ്പോഴും ദീപികയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുന്ന സെൻറ്റ് മേരീസ് ബസ്സിലാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് കോട്ടയം ടൗണിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്ന ചെത്തിപ്പിഴക്കാരായിട്ടുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരവസരം. യാദൃച്ഛികമായിട്ട് എനിക്ക് ആ വണ്ടിയിൽ പുറകിൽ ഞാൻ കയറിയിരിക്കുകയാണ്. മാന്നാനത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയമാണത്. അവിടെ നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ചെത്തിപ്പുഴയ്ക്ക് വരേണ്ടി വന്നു. അപ്പം ആ ബസ്സിൽ കയറി ഞാൻ പുറകിലിരിക്കുകയാണ്. എന്നെ അപ്പച്ചൻ കാണുന്നില്ല. മുൻപിലിരുന്നു കൊണ്ട് ആളുകൾ അപ്പച്ചനോടുള്ള സംഭാഷണം ഇങ്ങനെ നടത്തുവാൻ വേണ്ടി അവർ അപ്പച്ചനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, അപ്പച്ചൻ യൂറോപ്പിൽ ചെന്നപ്പോൾ, ഇറ്റലിയിൽ പോയപ്പോൾ മാർപ്പാപ്പായെ കണ്ടോ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞ് എലിസബത്ത് രാജ്ഞിയെ കണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിനെല്ലാം അപ്പച്ചൻ വളരെ തന്മയത്വമായിട്ട് മറുപടി പറയുകയാണ്. കേൾക്കുന്നവർക്കെല്ലാം ബോധ്യമാകും തീർച്ചയായും അപ്പച്ചൻ വർക്കി സാറ് യൂറോപ്പിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നിരാകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആശയങ്ങളും സാക്ഷികളും വെച്ചുകൊണ്ടാണ് അപ്പച്ചൻ അവളോട് സംസാരിക്കുക. അപ്പോൾ ഞാനിതെല്ലാം കേട്ട് പുറകിലിരിക്കുന്നുണ്ട്. എനിക്ക് ചിരി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പച്ചൻ്റെ മുഴുവൻ അങ്ങോട്ട് ആശയങ്ങൾ തീരാൻ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ എഴുന്നേറ്റ് നിന്നൊരു തുപ്പലുണ്ട്, ഈ മുറുക്കി വെച്ചുള്ള തുപ്പൽ. അത് കഴിയുമ്പോഴാണ് പുതിയ ആശയവുമായിട്ട് വീണ്ടും അപ്പച്ചൻ വന്ന് കുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ തുപ്പിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചിരിച്ചു. പുറകോട്ട് നോക്കിയപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പച്ചനാകപ്പോൾ വിഷമമായി. എടാ നീ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനാണ്, പക്ഷെ എന്നെ എടാ എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്വന്തം മകനെ പോലെ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാനതൊന്നും ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാരമില്ല, അപ്പച്ചൻ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ വളരെ മനോഹരമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ പോയി കണ്ട ആളിൻ്റെ അതായത് വ്യക്തിഗതമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ സംപ്രേഷണം ചെയ്തത് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ അപ്പച്ചൻ്റെ ഭാഗത്തുനിന്ന് ഞാനിവിടെ വരുമ്പോൾ മുറിയിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാറുണ്ട്. ചെറുപ്പമായിരുന്ന കാലത്ത് ഈ തകിടിപ്പുറയങ്ങളിലും അതുപോലെ തന്നെ കപ്പിലമാവിൻ തോട്ടങ്ങൾ, കൂനന്താനം കുര്യൻ സാറിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്ന വലിയ കപ്പിലമാവൻ തോട്ടത്തിലൊക്കെ കയറി അവിടുന്ന് പറങ്കിമാങ്ങ പറിച്ച വിവരങ്ങളൊക്കെ പുള്ളിയെ സംസാരിക്കുമ്പോൾ ഞങ്ങളും ആ വഴിയിലൂടെയാണല്ലോ കടന്നു വന്നതെന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് അദ്ദേഹം നൽകുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഓർമ്മയുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് അനുഭവവേദ്യമായിരുന്നത്. ഇങ്ങനെ ഓരോരോ രംഗങ്ങളിലും അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കുന്ന വ്യക്തികളായി. ഇന്നിവിടെ ആ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ആത്മാഞ്ജലി എന്ന് പറയുന്ന 153 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന അപ്പച്ചൻ്റെ ആദ്യത്തെ കൃതിയാണ്. അപ്പച്ചൻ നമുക്കറിയാവുന്നതുപോലെ വർക്കി സാറ്
മുട്ടത്ത് വർഗീസ് സാറ് ഒരു ദൈവീകമായ മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള അതുല്യമായ ഭക്തി പ്രചരിപ്പിക്കുവാനും ആ ആഭിമുഖ്യം എല്ലായ്പ്പോഴും നിലനിർത്തുവാനും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് 153 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അവദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മനോഹരമായ ഖണ്ഡകാവ്യം ആത്മാഞ്ജലി എന്ന ഖണ്ഡകാവ്യം. അതിന് അവതാരിക എഴുതിയത് കേരളത്തിലെ പ്രസിദ്ധനായ സാഹിത്യകാരൻ, സാഹിത്യ വിമർശകനായിരുന്ന എം പി പോളാണ്. അന്ന് അദ്ദേഹം SP കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പച്ചൻ്റെ ഒരു പ്രൊഫസർ, അപ്പച്ചൻ്റെ ടീച്ചർ എന്ന നിലയിൽ, അപ്പച്ചനെ ശരിയായിട്ട് അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഈ ഖണ്ഡകാവ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ പോൾ സാർ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പച്ച അല്ലെങ്കിൽ വർഗീസ് സാറ് ഗദ്യത്തിലേക്ക് കടക്കണം, കവിതയുണ്ട്, ആ കവിതാത്മകമായ രീതിയിൽ ഗദ്യം രചിക്കുവാൻ കഴിവുള്ളവനാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് തീർച്ചയായിട്ടും MP പോൾ സാറാണ്. സാഹിത്യപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, നോവലുകളും വിവർത്തനങ്ങളും ചെറുകഥകളും അതുപോലെ തന്നെ ജീവചരിത്രങ്ങളുമൊക്കെ രചിച്ചുകൊണ്ട് അദ്ദേഹം കേരളയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആ അതുല്യമായ സംഭാവനയെ നമുക്ക് സ്നേഹപൂർവ്വം അനുസ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ മുമ്പിൽ വളരെ പരിചിതരായ മുട്ടത്ത് വർഗീസ് സാറിൻ്റെ കൃതികളോടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോടുമൊക്കെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള കുറേ ആളുകളിരിപ്പുണ്ട്. അവരുടെ പേരുകൾ ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ശ്രീ ജസ്റ്റിൻ ബ്രോസ്, MC ആൻ്റണി മുട്ടത്ത്, ശ്രീ വർഗീസ് ആൻ്റണി കളത്തിൽ, ശ്രീ KK പടിഞ്ഞാറേപ്പുറം, മാത്തുക്കുട്ടി പ്ലാത്താനം, അങ്ങനെ ധാരാളം പേരുണ്ട്, രണ്ട് ഭാഗത്തുമുണ്ട്. ആരുടെയെങ്കിലും പേര് പരാമർശിക്കാത്തതിൽ വിഷമം തോന്നരുത്. മറ്റ് പേരുകളിലേക്ക് കടക്കുവാൻ എനിക്ക് പേര് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് തുടർന്ന് ഈ സ്മരണയിലേക്ക് തന്നെ കടന്ന് തിരിച്ചു പോകാം. നമ്മുടെ കോട്ടയം SP ശ്രീ KT മൈക്കിൾ. ഡോക്ടർ, ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഗുരുജനങ്ങളെ, ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ 10-50 വർഷത്തിൽ കൂടുതൽ പുറയിലേക്ക് പോവുകയാണ്. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടതാണ്. ദീപിക ബാലസെൻസഖ്യത്തിൽ ഞാനൊരു മെമ്പറായിരുന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് പാലായിക്കടുത്ത് കടപ്പളാമറ്റം എന്ന അന്നത്തെ കാലത്ത് ഒരു കുഗ്രാമമാണ്. അപ്പം ദീപിക ബാലസഖ്യത്തിൽ മെമ്പറായപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില രചനകളൊക്കെ ദീപയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു, ബാലവന്തിയിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം അത് പലതും എഡിറ്റ് ചെയ്തിട്ട് അത് പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം അത് എനിക്കൊരു എഴുത്തയച്ചു, എന്നെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ എനിക്കന്ന് 14 വയസ്സേ ഉള്ളൂ. ഏതായാലും കാണാനായിട്ട് തന്നെ ഞാൻ അവിടെ, എനിക്കും വലിയ സന്തോഷമായി. ഞാൻ നേരെ കോട്ടയത്ത് വന്നു, ബസ്സിൽ കോട്ടയത്ത് വന്ന് ദീപിയെ പോയി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം മുട്ടത്തോർക്കിയാണ് കൊച്ചേട്ടൻ, എനിക്കറിഞ്ഞുകൂടാ, ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം കൊച്ചേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്നു. അപ്പം ആ ഒരു 15-10 മിനിറ്റ് കഴിഞ്ഞപ്പം അദ്ദേഹം വന്നു. കഷണ്ടിയായ ഒരു മനുഷ്യൻ, മുറുക്കി ചുമപ്പിച്ച് ചുണ്ടുമായിട്ട് വന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് പറഞ്ഞു, പേര് പറഞ്ഞു. ഞാൻ മുട്ടത്ത് വർക്കി. ഞാൻ അന്തം വിട്ടുപോയി. മുട്ടത്ത് വർക്കിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. മുട്ടത്ത് വർക്ക് വലിയ നോവലിസ്റ്റാണ്, മുട്ടത്ത് വർക്ക് വലിയ എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം ദീപികയുടെ കൊച്ചേട്ടനായാണ് എന്ന് അപ്പോഴാണ് ഞാൻ സത്യത്തെ മനസ്സിലാക്കിയത്. ഞാൻ അന്തം വിട്ട് കുറേ നേരം അങ്ങനെ അങ്ങ് നിന്നുപോയി. പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, എല്ലാം സന്തോഷമായിട്ട്. പിന്നെ ഞാൻ പോരുകയും ചെയ്തു. പോന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ ഞാൻ ദീപിക ബാലവന്തിയിലേക്ക് ഞാൻ പല രചനകളും, കഥകൾ, പിന്നെ ലേഖനങ്ങൾ, കവിതകളൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ പേര് മൈക്കിൾ T. കാരുവേലി എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം തിരുത്തിയിട്ട് മൈക്കിൾ കാരുവേലി എന്ന് പറഞ്ഞായിരുന്നു ഈ രചനകളിലെല്ലാം അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ഞാൻ പോലീസിൽ ചേർന്നു. പിന്നെ ഈ സാഹിത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല.
പിന്നെ പോലീസ് പൊതുവെ പറയുകയാണെങ്കിൽ സാഹിത്യമായിട്ട് ബന്ധമില്ലെന്നാണല്ലോ പൊതുവെ ഒരു വെപ്പ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ 76 ഞാൻ കോട്ടയത്ത് DYSP ആയിട്ട് വന്നു. DYSP ആയിട്ട് വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞപ്പം ഞാൻ DBA പോയി ഞാൻ കണ്ടു, മുട്ടത്ത് വർക്ക് സാറിനെ കണ്ടു. ഞാൻ ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടെ കാണുകയും സംസാരിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പഴയ എഴുത്തൊക്കെ ഉണ്ടോ? ഞാൻ പറയും, സാറേ പോലീസാണ്, ഇപ്പോൾ അതിനുള്ള സമയമില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാനും സാധിക്കുന്നില്ല. ഇനി വല്ലതും എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്തിട്ട് വല്ലതും എഴുതാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണും, റോഡിൽ വെച്ച് കാണും. ഞാൻ സാധാരണ ദീപയുടെ വാതിൽക്കൂടെ പിന്നെ ജീപ്പേ പോകുമ്പം അദ്ദേഹം അതിൻ്റെ ദീപയുടെ ഇപ്പുറത്തൊരു മുറുക്കാങ്കടയുണ്ട്. ആ മുറുക്കാങ്കടയുടെ വാതിൽ ഒന്ന് മുറുക്കി ചോപ്പിച്ച് തുപ്പിക്കൊണ്ടിരിക്കും ഞാൻ കാണാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാധാരണ അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കോട്ടയത്തു നിന്ന് പിന്നെ ചങ്ങനാശ്ശേരിക്ക് വരേണ്ട സമയത്ത് ഞാൻ ഇതിലേ വരും, ഈ മുട്ടത്തുപടിയിൽ കൂടെ വരും. മുട്ടത്തുപടിയിൽ കൂടെ വന്നിട്ട് ഞാൻ ഇവിടെ കയറും. ഇവിടെ കയറിയിരുന്ന് പഴയ പിന്നെ അതൊക്കെ ഞങ്ങൾ ഇതിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാരുകസേരയുണ്ട്, അതിലിങ്ങനെ അദ്ദേഹം മലന്ന് കിടക്കും. അടുത്ത് ഒരു കോളാമ്പിയും വെച്ച് ഇദ്ദേഹം ഇങ്ങനെ മുറുക്കി തുപ്പി ഇങ്ങനെ അവിടെ ഇരിക്കും. കുറേ നല്ല സരസമായിട്ടുള്ള സംസാരിക്കും. ഞാൻ വരുമ്പോഴേ അദ്ദേഹം ഭാര്യയെ വിളിക്കും, മൈക്കിൾ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോഴേ എനിക്ക് ചായ കൊണ്ടുവന്ന് തരും, ചായ കുടിക്കും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കും. സാഹിത്യ കൃതികളെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അച്ഛൻ പറഞ്ഞ പോലെ അദ്ദേഹം കവിതയിലാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എന്താണ് കവിത നിർത്തിയത്? കവിത സാറിന് നല്ലപോലെ എഴുതാൻ കഴിവുള്ള ഒരാൾ, എന്തുകൊണ്ടാണ് കവിത നിർത്തി കഥയിലേക്കും നോവലിലേക്കും ഒക്കെ പോകാൻ കാരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കവിത നിർത്തിയതിൻ്റെ കാര്യം, ഞാൻ കവിതയും കൊണ്ട് പോയാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. അതുകൊണ്ടാണ് ഞാൻ കഥയിലേക്കും നോവലിലേക്കും മറ്റ് ശാഖകളിലേക്കും ഞാൻ തിരിയാൻ കാരണം. പിന്നെ നോവൽ ധാരാളം എഴുതിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട നോവലൊക്കെ എഴുതിയ ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ അതിന് വലിയ പ്രസിദ്ധി ഒന്നും കിട്ടുന്നില്ല, വലിയ സാഹിത്യലോകത്തിന് അദ്ദേഹത്തിന് വലിയ അംഗീകാരം ഒന്നും കിട്ടുന്നില്ലല്ലോ. അദ്ദേഹത്തെപ്പറ്റി എനിക്കും പ്രയാസം ഉണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ എഴുത്തുകൾ ഇന്നത്തെ സാഹിത്യ തമ്പുരാക്കന്മാർക്ക് പിടിക്കുന്നില്ല. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്ക്. പിന്നെ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ വലിയ ലോകോത്തര സാഹിത്യകാരനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ നോക്കിക്കൊണ്ട് മോശക്കാരനല്ല, നല്ല സാഹിത്യകാരനാണ് തീർച്ചയായിട്ടും. അതെ, ഞാൻ പറഞ്ഞു മുട്ടത്ത് വർക്ക് സാറിന് എന്താ കുഴപ്പം? മുട്ടത്ത് വർക്ക് സാറിൻ്റെ ഗണപ്രാവുകളും പിന്നെ അദ്ദേഹത്തിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയും തമ്മിലൊന്ന് തട്ടിച്ച് നോക്കിയാൽ ഏതാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നിട്ടും ബാല്യകാല സഖിക്കാണ് പിന്നെ എല്ലാവരും ഏറ്റവും നല്ല കൃതി എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞപ്പം പുള്ളി ഒന്ന് ചിരിച്ചു. പുള്ളിക്കറിയാം കാര്യം എന്നാന്ന്. പുള്ളി ഇത് തന്നെ സാഹിത്യ തമ്പുരാക്കന്മാർ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. അപ്പം ഞാൻ ഓർക്കുക, ഈ പിന്നെ ബാല്യകാല സഖിയുടെ മുഖവുരയിലാണോ അതിനെ നമ്മുടെ MP പോൾ സാർ എഴുതിയിട്ടുണ്ട്. ഈ ബാല്യകാല സഖി എന്ന് പറയുന്ന കഥ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടാണ്. അതിൻ്റെ വക്കിൽ ഇപ്പോഴും രക്തം പറ്റി പിടിച്ചിരിക്കുന്നു. ഈ മുട്ടത്ത് വർക്ക് സാറിൻ്റെ കഥയിൽ ഇല്ലേ അത്? മുട്ടത്ത് വർക്ക് സാറിൻ്റെ നോവലിൽ ഇല്ലേ അത്? അതും എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഓരോ ഏടുകളാണ്. അത് ചിലപ്പോൾ ഈ ചങ്ങനാശ്ശേരിയുടെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും, ചിലപ്പോൾ മുട്ടത്ത് ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും ഈ കഥ. അതാണ് ബഷീറിൻ്റെ കഥ വൈക്കത്താണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കഥ ചങ്ങനാശ്ശേരിയിലായിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം. എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കും. ഓർമ്മ കൂട്ടം സെഷൻ ആരംഭിക്കുകയാണ്. ഓർമ്മകൾ അവശേഷിപ്പിച്ച് പോകുക എന്നത് മഹത്വമുള്ള ലക്ഷണമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ ഓർമ്മകൾ എന്നും ജീവിക്കുന്നു. ഓർമ്മകളിലൂടെ കടന്നുപോയവർ ജീവിക്കുന്നു. ആ ഓർമ്മകൾ സജീവമായി വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. അത്തരമൊരു പരിപാടിയാണ് നാം ഇപ്പോൾ റേഡിയോയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നത്. നമുക്കറിയാം, മുട്ടത്ത് വർക്കി സാറ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നാടിൻ്റെ സ്പന്ദനമാണ്, നാടിൻ്റെ ആത്മാവാണ്, നാടിൻ്റെ ചലനങ്ങളും വിചാരങ്ങളും വികാരങ്ങളുമാണ് പ്രതിഫലിപ്പിച്ചിരുന്നത്. ഇവിടെ മുട്ടത്ത് വർക്കി സാറിനോടൊപ്പം ജീവിച്ചവർ, അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ ആസ്വദിച്ചവർ, അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒക്കെയുണ്ട്. നമുക്ക് ആദ്യമായി ഒരു
ഒരോർമ്മ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ അദ്ദേഹം ആവിഷ്കരിച്ച നോവലുകളിൽ നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും മുഖമുള്ളതായി വായനയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അഥവാ അതെന്നെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന തോന്നൽ ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? എ.ജെ. ആൻ്റണി കോട്ടപ്പുറം, നാട്ടുകാരുടെ കുഞ്ഞപ്പൻ കോട്ടപ്പുറം. അദ്ദേഹത്തെ വർക്കിസാറുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തച്ഛൻ, മൈക്കിൾ സാറ്, ജെയിംസ് മനോഹർ സാറ്, പാടാൻ സാറ്, വേദിയിലിരിക്കുന്ന പ്രമുഖരെ, ഞാനൊരു സാഹിത്യകാരനോ ഒരു അങ്ങനെയുള്ളൊരു നിരൂപകനൊന്നുമല്ല. ഒരു 60-ാം വർഷം മുതലേ വർക്കിസാറുമായിട്ടൊരു 10-20 കൊല്ലത്തെ പഴക്കവും എനിക്കുണ്ട്. കാര്യം, ഇതിൻ്റെ അങ്ങപ്പുറത്തെ ജംഗ്ഷൻ, ഗോവിന്ദാറൻ ജംഗ്ഷൻ എന്ന് പറയുന്നിടത്ത് എനിക്കൊരു 4 മുറി പീടികയുണ്ട്. അതിനകത്തെ ദീപിക യൂത്ത് ലീഗിൻ്റെ ചെത്തിപ്പുഴപ്പള്ളിയിലായിരുന്നു അത്. അവിടുന്ന് അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടു. ദീപിക യൂത്ത് ലീഗ് എൻ്റെ മുറിയിലേക്ക് വന്നു. 10-70 പിള്ളേർ പല ജാതിയിലും പെട്ടവർ അതിനകത്തുണ്ടായിരുന്നു. അവരെ ഒരു ഞായറാഴ്ച യോഗം കൂടിയപ്പോൾ എന്നെ ഡയറക്ടറായിട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പം അതിൽ കൂടി വളർന്നു വന്ന ധാരാളം പേരുണ്ട്. മിസ്റ്റർ ജോസഫ് ഫിലിപ്പ്, MD ദേവരാജന്, അങ്ങനെ രാഷ്ട്രീയക്കാരും പിന്നെ പല കലാകാരന്മാരും ഒക്കെ ഈ ദീപിക യൂത്ത് ലീഗിൽ കൂടി എൻ്റെ ഗുരുന്താനത്ത് നിന്ന് ഏകദേശം 15 വർഷത്തോളം ഞാൻ വാടകയൊന്നും ഇല്ലാതെ എല്ലാം ലൈറ്റും എല്ലാം ഞാൻ എല്ലാ പരിപാടികളും സ്കൂൾ വർക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പുസ്തകവും ശ്രമിച്ചും കൊടുക്കുക. പിന്നെ ഓണത്തിന് 1 മാസത്തെ പരിപാടികളാണ്. അങ്ങനെയാണ് ആ ഓണത്തിൻ്റെ പരിപാടിയിൽ കൂടിയാണ് വർക്കിസാറുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടായത്. അവിടെ ഗുരുനാഥ് ചിലപ്പോൾ നടക്കാനായിട്ട് വരും തമാശന്. അപ്പോൾ അവിടുന്ന് എന്നാ ഇപ്പോൾ വിശേഷമുണ്ട് ഒക്കെ മുറുക്കി തുപ്പി വളരെ രസമാണ് പുള്ളി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യേണ്ടത്, അങ്ങപ്പുറത്തെ പറമ്പിൽ താമസമില്ലായിരുന്നു, അവിടെ ഒരുപാട് കമുക് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വർക്കിസാറിന് പഴുക്കാപ്പ കഞ്ചിട്ടൂത്തണം മാറ്റി പെറുക്കി വെച്ചേക്കും. തിരിച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കിടക്കുമ്പോഴത്തേക്ക് ഇത് കൊടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു പുള്ളിക്കത്. എടാ ബെസ്റ്റ് പാക്കാണല്ലോ ഇത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്താണ് ഈ ദീപിക യൂത്ത് ലീഗിൻ്റെ 1 മാസത്തെ പരിപാടിയിൽ അവസാനത്തെ ദിവസം സ്പോർട്സും നാടകമൊക്കെ ഉണ്ടായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പെണ്ണുങ്ങളില്ല, 5-10 ആണുങ്ങളെ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഞാനുകൾ ഉൾപ്പെടെ അഭിനയിച്ച് ഹാസ്യ നാടകമാണ്. നല്ല എല്ലാം അന്ന് TV ഉള്ള മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 60 മുതൽ 75 വരെയൊക്കെയുള്ള സന്ധ്യയ്ക്ക് ഓണത്തിന് അവസാനിക്കുന്ന ദിവസം ഈ വഴി നിറച്ച ആളുകളാണ്. പെണ്ണുങ്ങൾ ഒരു വശത്ത്, ആണുങ്ങൾ ഒരു വശത്ത്. അവർ 9 ആകുമ്പോൾ നാടകം തുടങ്ങും. വലിയ ട്രാഫിക് ഒന്നുമില്ല. അപ്പം ഞാൻ അഭയം തേടുന്ന വർക്കിസാറിനെയും തൈക്കാട്ടുശ്ശേരി സാറിനെയാണ്. 1-2 പ്രാവശ്യം തൈക്കാട്ടുശ്ശേരി സാറിൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത സാറിന് ചില സമയം കിട്ടാവുമ്പോഴത്തേക്ക് എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം സമയം കിട്ടും. ഈ ഞായറാഴ്ച കൊണ്ട് വളരെ തല്ലിക്കൂട്ടും ചെയ്ത് ഇവിടെ വന്ന് വർക്കിസാറിൻ്റെ ഈ മുറിക്കകത്ത് ഞാൻ കുത്തിയിരിക്കുക. ഒരു ദിവസം ഞാൻ ഞായറാഴ്ച 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ വർക്കിസാറിൻ്റെക്കില്ലേ എൻ്റെ പിന്നെ കുറച്ചാക്കി വെച്ചിട്ട് 1 മണിക്കൂർ അഭിനയിക്കാനുള്ള ബാക്കി ഞാൻ ശരിയാക്കും. നമുക്ക് ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശരിയാക്കി 15 വർഷം, അതിലൊരു 3-4 വർഷം തൈക്കാട്ടുശ്ശേരിയായിരുന്നു. അത് കഴിഞ്ഞ് സാറിൻ്റെ ആയിരുന്നു. അത് 1.5 മണിക്കൂറായിരുന്ന പേരൊക്കെ സാറിട്ട് മന്ത്രവാദി പിന്നെ ഇങ്ങനെ ഓരോ പേരൊക്കെ ഇട്ട് തന്നു. ഞങ്ങളത് വൃത്തിയായിട്ട് അവതരിപ്പിച്ച് ഇതും കഴിഞ്ഞ് ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് സാറിൻ്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം നടക്കുന്നത്. പൊതുയോഗത്തിൽ സാറാണ് അധ്യക്ഷനായിട്ട് ഇവർക്കെല്ലാം സമ്മാനങ്ങൾ കൊടുക്കുന്നത്. രാവിലെ മുതൽ സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊക്കെ ഞങ്ങളുള്ള ആ സ്നേഹബന്ധം. ഇവിടെ വരുമ്പോഴത്തേക്ക് ചില സമയത്ത് വരുമ്പോഴത്തേക്ക് തങ്കമ്മ ചേച്ചി കാണത്തില്ല. അപ്പോൾ എൻ്റെ പറയും, നിനക്ക് കട്ടൻ കാപ്പി വേണമെങ്കിൽ ഇരിപ്പുണ്ട്, ചേച്ചി ചൂടാക്കിയാൽ മതി, നമുക്ക് കുടിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചില സമയത്ത് വരുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് തിരക്കുണ്ട് കുഞ്ഞപ്പോൾ, എന്നാലും നീ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കി പറയുന്നത്. ഒരുപാട് ഓണത്തിന് ഞാൻ പറഞ്ഞു സാറേ, 1 മാസം കൊണ്ട് 1 ആഴ്ച കൊണ്ട് നീ ഓണത്തിന് എങ്ങനെയെങ്കിലും സഹായിക്കണം. ഞാൻ ഗുരുമാരിയൊക്കെ താക്കി തരാം, ബാക്കി നീ കൈകാര്യം ചെയ്തു. എന്നിട്ട് പുള്ളി എല്ലാം കൊണ്ട് അവസാനം വന്ന് നോക്കിയാൽ റിഹേഴ്സലിൻ്റെ സമയത്തൊക്കെ അന്ന് കാണുകയൊക്കെ ചെയ്യും. ഇത് എൻ്റെ പറഞ്ഞാൽ കൊള്ളാവില്ല, കലക്കിയിട്ടുള്ള സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അല്ല പുള്ളി ആയാലും
നല്ല രസമുള്ള മനുഷ്യൻ. 1 മണിക്കൂർ 2 മണിക്കൂർ സാറുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. അത്രയ്ക്ക് രസകരമായ കാര്യങ്ങളാണ്. ഇടയ്ക്ക് വല്ലതൊക്കെ എന്നെ ചോദിക്കും, ഇതാവുകയെ നീ വല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം അത് പറയാനൊന്നും സർവല്ലോ എന്നേക്ക് പറഞ്ഞത്, ഇതാ സിനിമാക്കാർ ഇന്നലെ വന്നേച്ചും പോയിരുന്നു, പാടാത്ത പൈങ്കിളിക്കാരെ അവന്മാർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഏതാണ്ടൊരു അതിനകത്ത് അപ്പം തങ്കമച്ചയില്ലായിരുന്നു അവിടെ. നീ ആ കൂസയും എടുത്ത് 2 ക്ലാസ് എടുത്ത് ഇച്ചിരിച്ച് നമുക്ക് അത് എന്നോട് പറയുകയും ചെയ്തു. എനിക്കിതൊന്നും ഇഷ്ടമില്ലാവുകയും വല്ലവരും വരുമ്പോൾ കൊടുക്കാൻ എനിക്ക് നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ ഞാനൊരു തമാശ വേണ്ടി പറഞ്ഞത് കേട്ടോ. പുള്ളി അങ്ങനത്തെ ഒരു ആളൊന്നും അല്ലായിരുന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ആ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു കൂടിയിട്ടില്ല. കാരണം ഞങ്ങൾ അതുപോലൊക്കെ ഉള്ള ആ സ്നേഹബന്ധമായിരുന്നു എന്നോട്. ഒരു മകനെ പിന്നെ മൂത്ത മകൻ കുഞ്ഞുട്ടി ഞാനും ഒരേ പ്രായക്കാരനുമാണ്. അപ്പോൾ അതെല്ലാം പുള്ളിക്കാർക്ക് ഇവിടെ വരുമ്പോൾ അവർ കാണും. അച്ഛാറിനോന്ന് ചോദിക്കുമ്പോൾ വെറുപ്പം പരിപാടി ഇരിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ സ്നേഹബന്ധങ്ങളെ വർഷാർപാട് ഞാൻ ഒരുപാട് നാളെ പങ്കുവെച്ചാണ്. 10-15 കൊല്ലം എനിക്ക് വളരെ അഭിമാനമുണ്ട്. മുമ്പേ മൈക്കിൾ സാർ പറഞ്ഞ കണക്ക് പുള്ളിയെ വേറെ വലിയ എഴുത്തുകാരുടെയൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യം സാറ് പറഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഗംഭീരമായ സാഹിത്യകൃതികളൊക്കെ സാറ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അംഗീകരിക്കാനായിട്ടല്ലേ അത് ചില അങ്ങനെയാണ് അതിൻ്റെ ചില സിറ്റുവേഷൻസ്. വർക്കി സാറിൻ്റെ സംഗീത പ്രേമത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. മലയാള സിനിമയിലെ പഴയ ഗാനങ്ങൾ ഇപ്പോഴും ചുണ്ടിൽ മൂളുന്ന പഴയ സംഗീത പ്രേമികൾക്ക് ഏറ്റവും അധികം നല്ല മധുരമുള്ള ഗാനങ്ങൾ സംഭാവന ചെയ്തത് വർക്കി സാർ എഴുതിയതല്ലെങ്കിലും വർക്കി സാറിൻ്റെ സിനിമകളിലൂടെയാണ്. ഒരു തോല പെരുന്നാളിനു പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റക്കുരുവികളെ കുഞ്ഞാറ്റക്കുരുവികളെ. ഇണപ്രാവുകൾ എന്ന സിനിമയിലെ ഗാനമാണിത്. ഈ സിനിമ അദ്ദേഹം മലയാള സിനിമയിലെ അക്കാലത്ത് വളരെ സൂപ്പർ ഹിറ്റായ ഒരു ചിത്രമാണ്. നമുക്ക് ഓർമ്മകളിലേക്ക് തിരികെ പോകാം. മലയാള ഭാഷാരംഗത്ത് മലയാള സാഹിത്യരംഗത്ത് വളരെ ചിരപ്രതിഷ്ഠ നേടിയ ഭാഷാഭൂഷണിയുടെ എഡിറ്ററായിരുന്ന ശ്രീ MK മാധവൻ നായർ. നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന സാഹിത്യകാരനെന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും പ്രിയങ്കരനായിരുന്ന വർക്കി സാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ആരംഭമാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് താരതമ്യേന ചെറിയൊരു ചടങ്ങ്, ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് നമുക്ക് പലർക്കും തോന്നാം. എന്നുവെച്ചാൽ മറ്റ് ചടങ്ങുകളിൽ മന്ത്രിമാരും സാഹിത്യകാരന്മാരുമായിട്ടുള്ള VIP-കളും VVIPകളും ഒക്കെയാണ് പങ്കെടുക്കുക. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചടങ്ങുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്നത് ഈ ചടങ്ങാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ നിന്ന് നമ്മൾ ചില ആത്മബന്ധങ്ങളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അത്തരം ചടങ്ങുകളാണ്. ആ ഒരു ഓർമ്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വർക്കി സാറിൻ്റെ ജീവിതവും സാഹിത്യ പ്രവർത്തനങ്ങളും. അദ്ദേഹമായിട്ട് എനിക്ക് കുറച്ച് അടുത്ത് പരിചയപ്പെടാനിടയായത് സാഹിത്യ പ്രവർത്തക സദസ്സിൻ്റെ സെക്രട്ടറിയായി ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അന്നവിടുത്തെ ഡയറക്ട് ബോർഡിൽ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ വളരെ അടുത്ത് പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ മാത്രമാണ് സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പറ്റി എഴുതുകയും പലയിടത്തും സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വർക്കി സാറിനെ ഈ ഒരു മഹത്വമുണ്ട്. അതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ കാരണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഭിനയമായ ഒരു ഭാഗമാണ് ഈ മഹത്വം. പക്ഷെ അദ്ദേഹത്തിന് വളരെ ഒരു നിസ്സംഗതയായിരുന്നു കാര്യങ്ങൾ. എല്ലാവരോടും വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നപ്പോഴും ഒരു നിസ്സംഗത പുലർത്താൻ, ഒരു ധന്യമായ നിസ്സംഗത, അദ്ദേഹത്തോട് ബന്ധപ്പെട്ടത് പോലും ധന്യമാക്കുന്ന എന്ന് പറയാവുന്ന ഒരു നിസ്സംഗത അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ഞങ്ങൾ അദ്ദേഹത്തെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന കാലത്ത് സാഹിത്യരചനയിലാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആരോ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികൾ എത്ര കണ്ട് മൂല്യവത്താണ് എന്നുവെച്ചാൽ ഇംഗ്ലീഷ് സാഹിത്യം എന്നുള്ള നിലയിൽ അല്പം താഴ്ത്തിക്കെത്തി കണക്കാക്കിയ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത് മന്ത്രിസാധനങ്ങൾ പറയുന്നതാണ് മുഴുവൻ തെറ്റാണെന്ന് തോന്നുന്നില്ല, കുറച്ച് തമാശയ്ക്ക് വേണ്ടി കൂടെ പറഞ്ഞതാവും. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ രചനകൾ കൊണ്ട് സമുദായത്തെ എത്രമാത്രം ഉദ്ധരിക്കപ്പെടാം സമുദായം എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവും ബുദ്ധനും ഒക്കെ വിചാരിച്ചിട്ട് ഉദ്ധരിക്കപ്പെടാത്ത ഒരു സമുദായമാണിത്, പിന്നെ പാവം പിടിച്ച മുട്ടത്തോട് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ രീതിയാണ്. ഒന്നും എല്ലാവർക്കും വിനയാന്വിതനായി നിൽക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും താൻ ഇവരെക്കാളൊക്കെ വലുതാണ് എന്നൊരു ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്. ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് സാഹിത്യകാരന്മാരുടെ ഒരു സമ്മേളനം അതിനോട് അനുബന്ധമായിട്ടുണ്ടായിരുന്നു. മുണ്ടശ്ശേരി മാഷ് പ്രസംഗിക്കാനുണ്ടായിരുന്നു, വർക്കി സാറും ഉണ്ടായിരുന്നു. അപ്പോൾ മുണ്ടശ്ശേരി മാഷർക്ക് സ്വതസിദ്ധമായ ആ ഒരു സമീപനമുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നോവലുകളെ പറ്റിയാണ് പറഞ്ഞത്. നോവലിസ്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു സമ്മേളനത്തിലാണ്. ഇവിടെ മലയാളത്തിൽ പലരും ഒട്ടനവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ വിശ്വസാഹിത്യത്തിലേക്ക് പോകാൻ കഴിവുള്ള നോവൽ ഏതെങ്കിലും ഉണ്ടോ? അതിനൊരു മറുപടി പറയാൻ ഒട്ടും മടിച്ചില്ല വർക്കി സാറ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ മുണ്ടശ്ശേരി മാഷും 2 നോവലുകൾ, ഒന്നല്ല 2, അതിൻ്റെ പ്രൊഫസർ എന്ന് പറഞ്ഞ നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതസ്പർശിയായ ഒന്നായിരിക്കാം. അദ്ദേഹം പ്രൊഫസറായിരുന്നില്ല, സംഭവബഹുലമായ ഒരു ജീവിതം തന്നെ പ്രൊഫസർ നയിച്ച ആളാണ് അദ്ദേഹം. മുണ്ടശ്ശേരി മാഷ് എഴുതിയിട്ടുണ്ടല്ലോ 2 നോവല്, അതുപോലെ വിശ്വസാഹിത്യത്തിലേക്ക് പോകും. ഇത് വളരെ നിസ്സാരമായിട്ട് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവിടെയൊക്കെ അദ്ദേഹം പ്രകടമാക്കിയിരുന്നത് ആ മനസ്സിൻ്റെ ഒരു നൈർമല്യം. ആരോടും അദ്ദേഹം ഒരു പക വെച്ച് പുലർത്തിയില്ല. സാഹിത്യം എന്നുള്ളത് അടിയുറച്ച് കൂടുതൽ അദ്ദേഹത്തെ പറ്റി പഠിക്കാനും അദ്ദേഹത്തെ പറ്റി അറിയാനും ഇടവരത്തക്കമുള്ള പദ്ധതികൾ കൂടി ഈ ജന്മശതാബ്ദി വേളയിൽ ആസൂത്രണം ചെയ്യണമെന്ന് അതിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഓർമ്മക്കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നു. വർക്കി സാറിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നാം സഞ്ചരിക്കുന്നു. നാം അദ്ദേഹത്തിൻ്റെ നോവലുകൾ ധാരാളമായി വായിച്ച് ആസ്വദിച്ചു. ഒരു വലിയ കാലഘട്ടം, 50 വർഷക്കാലം മലയാള സാഹിത്യത്തിലെ ഒരു സൂര്യ തേജസ്സായി നിന്ന് മലയാളത്തിലെ വായനയ്ക്കൊരു പുതിയ വ്യാഖ്യാനം നൽകി ഉദിച്ചുയർന്നു നിന്ന അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നിന്ന് സിനിമയായി രൂപം പ്രാപിച്ച കലാശില്പങ്ങളിലെ ഗാനങ്ങൾ നാം ഓർക്കുന്നു. അക്കരെ പച്ചയിലെ അഞ്ജനത്തോണിയിലെ 1000 ഇതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിരിഞ്ഞു നീ അല്ലിപ്പൂവേ. സ്ഥാനാർത്ഥി സാറാമ്മ എന്ന് പറയുന്ന സിനിമയിൽ വളരെ രസകരമായി വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സിനിമയാണെങ്കിൽ പോലും അതുവരെ മലയാള സിനിമ സ്പർശിക്കാത്തൊരു മേഖലയിലൂടെ കിടക്കുന്ന ഒരു സിനിമയാണ്. കാമുകി കാമുകന്മാർ തമ്മിൽ മത്സരിക്കുന്ന ഒരു സിനിമ. അതിൽ അടൂർ ഭാസിയുടെ ഭാഗമൊക്കെ ഇപ്പോഴും നാം സിനിമയിൽ കാണുമ്പോൾ തന്നെ ഒരിക്കലും ആ സിനിമയുടെ ഇതിവൃത്തത്തിനും അതിലെ കഥാപാത്രങ്ങൾക്കും ഒട്ടും ജീവൻ ചോർന്നു പോകാത്ത ഒരനുഭവം നമ്മളെ നിലനിൽക്കുന്നു. നാം വീണ്ടും ഓർമ്മയിലേക്ക് കടക്കുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീ വി.ഡി. കുര്യാക്കോസാണ്.
സാറിനോട് എത്ര വർഷമായ ബന്ധമുണ്ട്? എന്തായിരുന്നു ആ ബന്ധത്തിൽ നിങ്ങളെ അടുപ്പിച്ച് നിർത്തിയത്? സ്നേഹബന്ധം മാത്രമായിരുന്നു? അതിനപ്പുറത്ത് അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, ഒരു നോവലിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമകളെ കണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ഒരു ബന്ധത്തിൽ അന്തർലീനമായിരുന്നു? സ്നേഹബന്ധം മാത്രമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സംഗമ വേദികൾ, സംഗമ ആ മുഹൂർത്തങ്ങളൊക്കെ? ഞങ്ങളുടെ വൈകിട്ട് ഒരു വായനശാല കൂടുമായിരുന്നു, പരസ്പരം തമാശകൾ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു, രസിക്കുമായിരുന്നു. അല്പം നാടൻ ഭാഷ പഠിക്കുമായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. എല്ലാ ദിവസവും അതിൽ കൂടെ ഞങ്ങൾ സംസാരിച്ച് തമാശകൾ പറഞ്ഞ് സന്തോഷിച്ച് പിരിയുമായിരുന്നു. ഞാൻ ജസ്റ്റിൻ ബ്രൂസിലേക്ക് വരികയാണ്. ജസ്റ്റിൻ ബ്രൂസ് ഒരു പത്രപ്രവർത്തകനാണ്. നമുക്ക് അദ്ദേഹം പത്രപ്രവർത്തകൻ എന്നതിലുപരി ഒരു നല്ല സാഹിത്യ ആസ്വാദകനാണ്. സാംസ്കാരിക രംഗങ്ങളിൽ വളരെയധികമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം കേരള ഭൂഷണത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ മുട്ടത്ത് വർഗീസ് സാറിൻ്റെ നല്ല സുവർണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദീപികയിൽ പ്രവർത്തിക്കുന്നു വർഗീസ് സാറ്. ജസ്റ്റിൻ ബ്രൂസ് കേരള ഭൂഷണത്തിൽ വർക്ക് ചെയ്യുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ബന്ധം? എന്തായിരുന്നു അന്ന് മുട്ടത്ത് വർഗീസ് സാറിനെ കുറിച്ച് സാഹിത്യ ലോകത്തിലും നിങ്ങളുടെ പത്രക്കാർക്കിടയിലും ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ? വ്യക്തിപരമായിട്ട് മുട്ടത്ത് വർഗീസ് സാറ് എന്നും സുഖദായകമായ ഒരു അനുഭവമാണ്. മുട്ടത്ത് വർഗീസ് സാറ് എന്നും ഒരു സുഖദായകവും പ്രസാദാത്മകവുമായ ഒരു അനുഭവവും ഓർമ്മയുമാണ് എന്നെ സംബന്ധിച്ച്. ബഹുമാനായ ശ്രീ പാണൻ സൂചിപ്പിച്ചതുപോലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹവുമായി കൂടുതലായി എനിക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞത്. ആ സമയത്ത് കെ.ടി. മൈക്കിൾ സാറൊക്കെ ഞങ്ങൾക്ക് ഒരു സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഈ വർഗീസ് സാറിൻ്റെ ഓർമ്മകൾ പങ്കിടുവാൻ നമുക്കൊക്കെ സ്വാതന്ത്ര്യ അവകാശം ഉണ്ടെങ്കിൽ പോലും അത് നീണ്ടുപോകുന്നത് അനൗചിത്യമായതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ വ്യക്തിപരമായുള്ള അദ്ദേഹമായുള്ള ഒന്നുണ്ട് വളരെ ദീർഘമായി സംസാരിക്കാനുള്ള ഒത്തിരി ആശയങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിലും അതിന് ഈ അവസരം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഒന്നുണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം. അതായത് വർഗീസ് സാറിനെ ഞാൻ എന്നും കണ്ടിട്ടുള്ളത് ഒരു വിനയം. ഇത്ര വലിയൊരു സാഹിത്യകാരനായി നിൽക്കുമ്പോഴും ഏതൊരു വ്യക്തിയുടെ മുൻപിലും ഒരു വിനയവും ലാളിത്യവും കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശാലത, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആത്മാഞ്ജലി എന്ന വർഗീസ് സാറിൻ്റെ പ്രഥമ കവിതാ ഖണ്ഡകാവ്യം. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിട്ട് എനിക്ക് തന്നതാണ്. 1989 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏതാനും 2 മാസത്തിന് മുൻപ് തന്നതാണ്. അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ യുവാവായ ഞാൻ മഹാസാഹിത്യകാരൻ്റെ മുൻപിലിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് എഴുതി തരികയാണ്. ടു മിസ്റ്റർ ജസ്റ്റിൻ ബ്രൂസ് വിത്ത് റെസ്പെക്റ്റ്. അദ്ദേഹം കയ്യൊപ്പിട്ടിരിക്കുന്നു. ഓതർ 25/3/89. മലയാളത്തിലാണ് പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം മലയാളത്തിലാണ് പേരെഴുതി ഒപ്പിടുന്നത്. അപ്പോൾ ആ ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവലിസ്റ്റ് എന്നുള്ളതല്ല, ആ ഭാഷയോടുള്ള ഒരാഭിമുഖ്യം, ആ താതാത്മ്യം, മലയാള ഭാഷയോടുള്ള താതാത്മ്യം മുട്ടത്ത് വർഗീസ് എന്ന മലയാളത്തിൽ എഴുതിയാണ് ഒപ്പിടുന്നത്. അന്നൊക്കെ എല്ലാ മഹാസാഹിത്യകാരന്മാരൊക്കെ ഇംഗ്ലീഷിൽ ഒപ്പിടുന്ന സമയത്താണ്. അപ്പം അങ്ങനെ അതൊരു ഭാഗ്യമായ ഒരു അനുഭവമായി ഞാനിത് കൊണ്ടു നടക്കുകയാണത്. ഇത് ഞാൻ വനിതാ വിത്തം പരഹസ്തഗതം ഗതം അഥവാ പുനരാഗച്ഛേദ്. പുസ്തകം വനിതാ വിത്തം, പുസ്തകവും വനിതയുമോ ധനമാണ്. പരഹസ്തഗതം ഗതം, അത് പരഹസ്തകളിലേക്ക് പോയാൽ, മറ്റുള്ളവർക്ക് കൊടുത്തു പോയാൽ പോയി. അഥവാ പുനരാഗ്, അഥവാ ആരെങ്കിലും തിരിച്ചു തന്നാൽ അത് കീറിപ്പറഞ്ഞിരിക്കും. അദ്ദേഹം പറഞ്ഞു തന്ന അത് ഞാൻ അന്ന് തന്നെ എഴുതിയെടുക്കുകയും പല വേദികളിലും ഇങ്ങനെ ഉച്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളട്ടെ. മൈക്കിൾ സാറ് ടോൾസ്റ്റോയി ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തി വർഗീസ് സാറിനെ കുറിച്ച് പറഞ്ഞു. ഈ കേസരി ബാലകൃഷ്ണപിള്ള, അത് ഈ പുസ്തകത്തിലുള്ളതാണ്, ഉദ്ധരണികൾ പലരുടെയും കൊടുത്തിട്ടുള്ള കൂട്ടത്തിലാണ്, ഏറ്റവും വായിച്ചതാണ്. കേസരി ബാലകൃഷ്ണപിള്ള എന്ന ആ പ്രതിഭാധനൻ വർഗീസ് സാറിനെ
തോമസ് ഹാർഡിയും എസ്.ജി. വെൽസുമായി ചെറുതായൊക്കെ താരതമ്യപ്പെടുത്തി പറയുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ചെറിയ ഭാവനയിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വർഗീസ് സാറിനെ ഉപമിക്കേണ്ടത്, ചെറിയ രീതിയിൽ താരതമ്യപ്പെടുത്തി നാം ചിന്തിക്കേണ്ടത് ഷേക്സ്പിയറുമായിട്ടാണ്. കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട രചനകൾ വർഗീസ് സാറിൻ്റേതാണ്. ആംഗലേയ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട അല്ലെങ്കിൽ വായിക്കപ്പെട്ട നാടകങ്ങളായതുകൊണ്ട് കാണപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തയാൾ സാഹിത്യകാരൻ ഷേക്സ്പിയറാണ്. എന്തുകൊണ്ട് പടിഞ്ഞാറപ്പുറത്തിലേക്ക് വരാം. ബേക്കൽ പടിഞ്ഞാറപ്പുറം മലയാള സാഹിത്യത്തിൽ ചെറുകഥാ മേഖലയിലും ബാലസാഹിത്യ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യകാരനാണ്, സഹപ്രവർത്തകനാണ്. അദ്ദേഹം നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോഴും മാധ്യമരംഗത്ത് റേഡിയോ മീഡിയ വില്ലേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം വർഗീസ് സാർക്ക് ഒരു വലിയ ചന്ദ്രമരമായി ആർത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഘട്ടങ്ങളിൽ അന്നത്തെ ഉയർന്നു വരുന്ന, കിളിർത്തു വരുന്ന, തളിരിട്ട് വരുന്ന യുവ സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു ശ്രീ കെ. പടിഞ്ഞാറപ്പുറം. വർഗീസ് സാറിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയാം, അദ്ദേഹവും താങ്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പറയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാം. അഭിമന്യരി, അക്ഷരകലയുടെ അമരജ്യോതിസായ വർഗീസ് സാറിൻ്റെ ജീവിതത്തിന് മുന്നിൽ, മരിക്കാത്ത ജീവിതത്തിന് മുമ്പിൽ ആദ്യമായിട്ട് എൻ്റെ ആദരാഞ്ജലികൾ. ഞാനും വർഗീസ് സാറുമായിട്ടുള്ള പരിചയം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. അത് വളരെ ഊഷ്മളമായ ഉദാത്തമായ ഒരു ചടങ്ങായിരുന്നു. വടക്കേക്കരയിൽ വെച്ച് ചങ്ങനാശ്ശേരിയിലെ കലാകാരന്മാർക്ക് വടക്കേക്കര ലൈബ്രറി നൽകിയ, ഗ്രന്ഥശാല നൽകിയ ഒരു സ്വീകരണം അതെൻ്റെ മനസ്സിൽ വളരെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഞാനും അന്ന് അതിൻ്റെ സംഘാടകനായ ശ്രീ പ്രസന്നകുമാർ കുന്നുംപറ ഇവിടെ ഇരിപ്പുണ്ട്. ആ ചങ്ങനാശ്ശേരിയിലെ കലാകാരന്മാർക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ വർഗീസ് സാറിനോടൊപ്പം എനിക്കും ഒരു ഹാരം, ഒരു ട്രോഫി കിട്ടിയ ആ മനോഹര നിമിഷങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. വർഗീസ് സാറിനോടൊപ്പം അന്ന് 1.5 മണിക്കൂർ സുപ്രസിദ്ധ നാടകൃത്തായ PR ചന്ദ്രനും ഞാനും വർഗീസ് സാറിനൊത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ സമ്മേളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ സമ്മേളിച്ച കാലത്തെ സാഹിത്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആരാധനയുണ്ട് എനിക്ക്. ഞാൻ മുനിസിപ്പൽ ലൈബ്രറി അംഗമായ അന്ന് മുതൽ, എൻ്റെ 16ാമത്തെ വയസ്സിൽ അംഗമായ അന്ന് മുതൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന സർവ്വ പുസ്തകങ്ങളും, വർഗീസ് സാറിൻ്റെ ഉൾപ്പെടെയുള്ള സർവ്വ പുസ്തകങ്ങളും വായിച്ച് തീർന്നു. പിന്നീട് അന്ന് കേരളത്തിൽ ഇറങ്ങിയിരുന്ന സർവ്വ ആനുകാലികങ്ങൾ, ഇന്ന് നശിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്ന ആനുകാലികങ്ങളുടെ ശേഖരം എൻ്റെ പക്കലുണ്ട്. അന്ന് വർഗീസ് സാർ എഴുതിയ നോവലുകളില്ലാത്ത ചിത്രകാർത്തിക, ചിത്രഭൂമി, അങ്ങനെ ഒരു ചിത്രഭൂമിയില്ല, പിന്നെ ഒരുപാട് വാരികകൾ ഉണ്ടായിരുന്നു. അന്ന് വർഗീസ് സാറിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞ ഒരു വിമർശനമുണ്ട്, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും എഴുതുന്നത്. ഇതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ചോദിച്ച അവസരത്തിൽ സാഹിത്യത്തെക്കുറിച്ച് ഞാനും വർഗീസ് സാറിനായിട്ട് ഒരു സംസാരം അവിടെ ഉണ്ടായി, ആ ചന്ദ്രൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ അന്ന് അദ്ദേഹം, ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ ആരോ പരാമർശിച്ച പോലെ പൊൻകുന്ന പറക്കിയുടെ കഥകളെക്കുറിച്ച് വർഗീസ് സാറിന് പ്രാധാന്യം ഇല്ലാത്തത്. അപ്പോൾ അദ്ദേഹം ഒരു ഭാഷ, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് സാഹിത്യ രംഗത്ത് ഉയരാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ എടുത്ത് അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പൊൻകുന്ന വർഗീസ് സാർ നല്ല രീതിയിൽ ഉയർന്നല്ലോ. അപ്പോൾ സാർ എന്നെടുക്ക പറഞ്ഞ് ക്രിസ്തീയ പുരോഹിതന്മാരെയും ക്രിസ്ത്യതയെ അങ്ങേറ്റം വിമർശിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി, അല്ലാതെ എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. അതോടൊപ്പം തന്നെ പിന്നെ സാഹിത്യത്തിൻ്റെ ആ ഉപരിപ്ലവമായ ചിന്താഗതികളാണ് സാറ് പരത്തുന്നത്. ഒരു ജീവിതത്തിൻ്റെ ഉപരിപ്ലവത, പുറം മൂടികളിലെ ആ പ്രണയമോ അല്ലെങ്കിൽ മറ്റ് രീതികളോ ഒക്കെ അല്ലേ സാറ് കൂടുതൽ സാറിൻ്റെ നോവലുകളിൽ പിന്നെ പ്രകടിപ്പിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ച അന്ന് ശേഷം ആ കാലഘട്ടത്തിൽ ഏറ്റവും മലയാളത്തിൽ ചർച്ചാ വിഷയമായ നോവലായിരുന്നു നമ്മുടെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് ആ സിനിമകളും ഒക്കെ തന്നെ മാറി. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിരുന്നു. അങ്ങനെ എഴുതിയിരുന്ന ജനകീയ സാഹിത്യകാരൻ തന്നെയാണ് നമ്മുടെ വർഗീസ് സാറ്. അപ്പം മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയ, അല്ലെങ്കിൽ സാഹിത്യരംഗത്തിലൂടെ മലയാള സിനിമയെ സാഹിത്യ ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുവാനായിട്ട് പാത പണിഞ്ഞ ആദ്യത്തെ വ്യക്തി തന്നെയായിരുന്നു മുട്ടത്ത് വർഗീസ് സാറ്. പിന്നീട് 100 വർഷം തികയാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ, ഈ സായാഹ്ന സന്ധ്യയിൽ മനോഹരമായ ആദരാഞ്ജലിയുടെ 100 റോസാദളങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ അഭിവാദനങ്ങൾ. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ. നമ്മൾ ഇപ്പോൾ പോകുന്നത്
മുട്ടത്ത് വർഗീസ് സാറിൻ്റെ അയൽവാസിയും മുട്ടത്ത് വർഗീസ് സാറിൻ്റെ കുടുംബവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നതുമായ ഇപ്പോഴും ആ കുടുംബവുമായി എല്ലാ വിധത്തിലുള്ള സൗഹൃദവും നിലനിർത്തുന്നതുമായ പൊന്നമ്മ അച്ഛൻകുട്ടിയിലേക്കാണ്. വളരെ ഊഷ്മളമായ വിശുദ്ധമായ ഈ സൗഹൃദത്തിൻ്റെ കുറേ ഓർമ്മകൾ നിറഞ്ഞ നിമിഷങ്ങൾ നമുക്ക് പൊന്നമ്മ പങ്കുവയ്ക്കും. എത്ര വയസ്സ് മുതൽ ഈ കുടുംബവുമായി ബന്ധമുണ്ട്? വർഗീസ് സാറുമായിട്ട് ബന്ധമുണ്ട്? എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഉണ്ടായിരുന്നത് ഒരു വീട് പോലെ ജീവിച്ചതാണ്. അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ ഒരു അമ്മയെപ്പോലെ തന്നെയായിരുന്നു. എൻ്റെ ആങ്ങളമാരും ചേരുത്തിമാരും ഒക്കെ ആയിരുന്നു. ഞാൻ ഇതുമായിട്ട് നല്ല സൗഹൃദം. പ്രിയ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, അപ്പച്ചൻ എന്നത് വർഗീസ് സാറിൻ്റെ നാട്ടിലെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന വിളിപ്പേരാണ് അപ്പച്ചൻ. അപ്പച്ചനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടാകും. അപ്പച്ചൻ ഈ മുറിക്കകത്താണ് എപ്പോഴും കഥ എഴുതും. ഞാനിവിടെ വരുമായിരുന്നു. ഞാൻ അപ്പച്ചനും അമ്മച്ചേരിയൊക്കെ വീട്ടിൻ്റെ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്ന ആളായിരുന്നു. ഇല്ലാത്തടത്തിലും ഈ വീട്ടിലേക്ക് നല്ല ബന്ധമുള്ള ആളായിരുന്നു. എന്നെ ഒരു മകളെപ്പോലെ തന്നെയാണ് സ്നേഹിച്ചിരിക്കുന്നത്. എല്ലാവരും മരിക്കുന്നിടം വരെ ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല. നല്ല സൗഹൃദമായിരുന്നു. അപ്പച്ചൻ്റെ നോവലുകളിൽ എവിടെയെങ്കിലും പൊന്നമ്മ കയറി കൂടിയിട്ടുണ്ടോ? കാണും കാണും. അപ്പച്ചനൊക്കെ എഴുതും. സിനിമയിലോ? എല്ലാത്തിലും കാണുമായിരിക്കും. സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനങ്ങനെ പോയിട്ടില്ല. കൊട്ടാരത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ആ കുടുംബവുമായി എങ്ങനെയാണ് ബന്ധം? എല്ലാവരും അങ്ങേയും നോക്കിയായി വരുമ്പോൾ കാണും. ചിലരെ കാണും, എല്ലാവരും കാണത്തില്ല. പിന്നെ എൻ്റെ കൂടെ എങ്ങനെ കുട്ടി രണ്ടാമത്തെ മകൾ പുള്ളിയെ കാണും, മകളെ കാണും. നമുക്ക് ഈ മുട്ടത്തെ കുടുംബത്തിൽ തന്നെയുള്ള അന്നത്തെ പുരോഗമനവാദിയായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം അപ്പച്ചൻ്റെ സാഹിത്യത്തെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് കേൾക്കാം. ശ്രീ MC ആൻ്റണി മുട്ടത്ത്. ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറത്ത് സാഹിത്യത്തിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുവാൻ ഞാനിപ്പോൾ അശക്തനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒട്ടുമുക്കാൽ പുസ്തകങ്ങളും വളരെ ചെറുപ്പം മുതൽ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായിരുന്ന കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. സ്കൂൾ അവധിയുള്ളപ്പോഴും 4 മണിക്ക് ശേഷവും അപ്പച്ചൻ്റെ മകൻ മാഷുവുമായി ഒന്നുകിൽ എൻ്റെ ഭവനത്തിലോ അല്ലെങ്കിൽ ഈ ഭവനത്തിലോ നിരന്തരം ഒരു അംഗമായി കഴിഞ്ഞുകൂടി.